നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 5-ാം തീയതി 1201 ആണ്ട്, തുലാമാസം 19-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം രാവിലെ കുറച്ച് നേരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിലേക്ക് പോവുകയാണ്. ശരിക്ക് അശ്വതി നക്ഷത്രം ഒരു 9:30 ആവുമ്പോൾ തീർന്ന് ഭരണി നക്ഷത്രത്തിലേക്ക് പോകും. പക്ഷെ ഇന്ന് അപ്പോൾ ഉദയ നക്ഷത്രം എടുക്കുമ്പോൾ അശ്വതി നക്ഷത്രം തന്നെ ആണ്. ഇന്ന് ബർത്ത്ഡേ ഉള്ളവരുടെ നോക്കുമ്പോഴും അശ്വതിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കാം. 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ബുധനാഴ്ച. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവർത്തികാരകനാണ് ബുധൻ. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഇന്ന് പൗർണമി ദിവസമാണ്, വെളുത്ത വാവ് ദിവസമാണ്. വെളുത്ത വാവ് ദിവസവും ബുധനാഴ്ചയും കൂടി വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. പൗർണമി എന്ന് പറഞ്ഞാൽ പ്രകാശം, ചന്ദ്രന് പൂർണ്ണ ബലമുള്ള സ്ഥലമാണ്, ദിവസമാണ്. ഇപ്പോൾ സൂര്യൻ പിതാവാണെങ്കിൽ ചന്ദ്രൻ മാതാവാണ്. അത്രയ്ക്ക് ശക്തമാണ് ചന്ദ്രൻ്റെ പൗർണമിയുടെ പ്രത്യേകത. ഇപ്പോൾ പൗർണമി ദിവസവും ബുധനാഴ്ചയും കൂടി ഒത്തുവന്നിരിക്കുന്ന ഇന്ന് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയസാധ്യത ഉണ്ടാകുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിലെ ഏറ്റവും നല്ല സമയമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് തുലാമാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരുന്ന ഒരു വർഷമാണ്. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കിട്ടും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. എന്തെങ്കിലും ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക. അതുമാത്രമല്ല, ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിന് വേണ്ടി ഇറങ്ങണം. അതുമാത്രമല്ല, പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും വിദ്യാവിജയം തരുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉപരിപഠനത്തിനും വിദ്യാമേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കെല്ലാം വളരെ നേട്ടത്തിൻ്റെ ഒരു വർഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലൊന്നും അറച്ചു നിൽക്കാതെ ഒരു വർഷത്തെ വിനിയോഗിക്കുക. പിന്നെ ബർത്ത്ഡേ വന്ന ദിവസം പൗർണമിയും കൂടി ആയതുകൊണ്ട് നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളതിന്, ഒരു പ്രകാശം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്നും നല്ല ദിവസമാണ്. നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കണം. രാവുകാല സമയം ഉച്ച സമയത്താണ് വരുന്നത്. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് 12 മണിക്ക് രാവുകാലം തുടങ്ങൂല. 12 മണി 8 മിനിറ്റ് തൊട്ട് 1 മണി 35 മിനിറ്റ് വരെ രാവുകാലം. ചെറിയ വ്യത്യാസത്തിന് മാത്രമേ ഉള്ളൂ കലണ്ടറിലെ രാവുകാലവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7 മണി 47 മിനിറ്റ് തൊട്ട് 9:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ നമുക്ക് ജാതക പ്രകാരം തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 തൊട്ട് 12:32 വരെയാണ്. ഈ സമയത്ത് നമുക്ക് രാവുകാലം നടക്കുന്ന സമയമാണ്. ശരിക്കും രാവുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ, മറ്റ് ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച കളറ് കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് സഹായിക്കും.
അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ദിവസമാണ്, നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.